Today we are going to learn 9th Standard Geography Chapter 3 ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്നലെ പീഠഭൂമികളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പഠിക്കുകയുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ അതായത് ഏത് കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏത് കാലാവസ്ഥയാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഏതാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ താപനിലയിലും അതുപോലെ തന്നെ മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ ഘടകങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? അതായത് ഫസ്റ്റ് വൺ, ഉഷ്ണമേഖലയിലെ സ്ഥാനം. സെക്കൻഡ് വൺ, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. തേർഡ് വൺ, സമുദ്രത്തിൽ നിന്നുള്ള അകലം. അടുത്തത് പർവ്വത നിരകളുടെ കിടപ്പ്. ഫിഫ്ത്ത് വൺ, മൺസൂൺ കാറ്റിന്റെ ഗതി. അപ്പോൾ ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വത നിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഓക്കെ, ഇത് ഇത്രയും നല്ലപോലെ വായിച്ചു വെക്കുക. ഇതൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എവിടെയുള്ള? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും എന്ന് ഓർത്തുവെക്കുക. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറുള്ളതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. അപ്പോൾ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് എന്തിന്റെ അളവാണ് കൂടാറുള്ളത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് എന്ന് ഓർത്തുവെക്കുക. അതായത് രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഈ ദൈനിക താപാന്തരം കൂടാനുള്ള കാരണം. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ദൈനിക താപാന്തരം കൂടാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അടുത്തത് ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ എന്ന് പറയുന്ന ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയവയൊക്കെ കായാന്തരിത ശിലാനിർമ്മിത ഭാഗങ്ങൾ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്കു കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. അപ്പോൾ മേഘാലയ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് വേർപെട്ടതാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. അതുപോലെ ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്? ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ശിലാതലപ്പുകൾ എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ദൈനിക താപാന്തരം എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ പറയപ്പെടുന്ന പേരാണ് ദൈനിക താപാന്തരം. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തുകൊണ്ട് ഒരു പ്രദേശത്തെ ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദൈനിക താപാന്തരം എന്ന് ഓർത്തു വെക്കുക.
അത് ഇമ്പോർട്ടന്റ് ആണ്, വായിക്കുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലുള്ള എല്ലാ അതായത് ഓരോ മുക്കും മൂലയും തറവായിട്ട് പഠിച്ചാൽ മാത്രമേ PSC ടെസ്റ്റിനായാലും ഏതിനായാലും നല്ല പോലെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറെ ചരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. ഓക്കെ, അതായത് പടിഞ്ഞാറൻ ചരിവിൽ മാത്രമാണ്, അത് ആ ഒരു ഭാഗം ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം മഴ വളരെയധികം വിരളമായിട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായി വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുപോലെ 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. ഈ മഴയുടെ അളവ് എത്ര മുതൽ എത്ര സെന്റിമീറ്റർ വരെയെന്ന് നോക്കി വെക്കുക. 250 മീറ്റർ മുതൽ 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറ് ലഭിക്കുന്ന മഴ. ഓക്കെ, അതുപോലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കാറുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് വിരളമായി മഴ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അതായത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു എന്ത് ചെയ്യും, ഈർപ്പരഹിതമാണ് അല്ലെ. അപ്പോൾ ആയതിനാലാണ് കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ മഴ വിരളമായി ലഭിക്കുന്നത്. ഇത്തരം പ്രദേശങ്ങളെ ആണ് മഴ നിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, മഴ നിഴൽ പ്രദേശങ്ങൾ. എന്താണ് മഴ നിഴൽ പ്രദേശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് വളരെ വിരളമായി മാത്രം അവിടെ ആ പീഠഭൂമിയിൽ മഴ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് മഴ നിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കും. നമ്മൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. അപ്പൊ അത് വായിച്ചതിന് ശേഷം മാത്രം ഇത് വായിച്ചു പഠിക്കുക. ഓക്കെ, അപ്പോൾ അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ അതായത് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ മൺസൂൺ മഴ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ തീരെ കുറവാണ്. അപ്പോൾ അതായത് മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദയിലും അതുപോലെ താപ്തി നദീതടങ്ങളിലൂടെ എവിടെ എത്തുന്നു, ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മാത്രം മഴ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് ഓർക്കുക. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ, പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. അപ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, വരണ്ട കാലാവസ്ഥയാണ്. എങ്ങനെയാണ്, വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന നദികൾ ഓക്കെ, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ മുഖാന്തരമാണ് ഉപദ്വീപിന്റെ കിഴക്കൻ ഭാഗത്ത് അതായത് കിഴക്കൻ തീരത്ത് തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാകുന്നത് എന്നും ഓർത്തുവെക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. അതായത് മഴ നിഴൽ പ്രദേശങ്ങൾ എന്താണ്, നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചല്ലോ. അതായത് എന്താണ്, അതായത് വളരെ വിരളമായി മാത്രം പീഠഭൂമിയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഴ നിഴൽ പ്രദേശം ഏതൊക്കെയാണ്, അതായത് ഈർപ്പരഹിതമായ കാറ്റ് വീശുന്നത് എവിടെയാണ്, നമ്മളിത് ഇപ്പോൾ ഇവിടെ പഠിച്ചതേ ഉള്ളൂ. ഈർപ്പരഹിതമായ കാറ്റ് വീശുന്നത്, ഈർപ്പവാഹികളായ കാറ്റ് വീശുന്നത്, കാറ്റിന് അഭിമുഖമായ വശം വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുന്നു.
ഇവിടെയാണെങ്കിൽ കാറ്റിന് പ്രതിമുഖമായ വശമാണ്, അത് മഴ നിഴൽ പ്രദേശമാണ്. അവിടെ ബാഷ്പീകരണം, ഈർപ്പരഹിതമായ കാറ്റൊക്കെയാണ് കിട്ടുന്നത്. അപ്പോ അതിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, കടലിൽ നിന്ന് ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു, പർവ്വതങ്ങളിൽ തട്ടി ഉയരുകയും ഇത്തരത്തിൽ ഉയരുന്ന വായു എന്ത് ചെയ്യും, ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് എന്ത് ചെയ്യും, ധാരാളം മഴ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖ വശം നമ്മൾ നോക്കുകയാണെങ്കിൽ താഴ്ന്നിറങ്ങുന്ന വായു എങ്ങനെയാണ്, പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ എന്തായിരിക്കും, മഴ വളരെ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, കടലിൽ നിന്ന് ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു, പർവ്വതങ്ങളിൽ തട്ടി ഉയരുകയും ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് എന്ത് ചെയ്യും, അഭിമുഖമായ വശത്ത് എന്ത് ചെയ്യും, ധാരാളം മഴ, ഈ വശത്ത് ധാരാളം മഴ ലഭിക്കുന്നു. എന്നാൽ പ്രതിമുഖ വശത്ത് എന്ത് ചെയ്യും, ഈർപ്പരഹിതമാണ് അല്ലെ, വായു പൊതുവെ ഈർപ്പരഹിതമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ മഴ വളരെ വിരളമായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഉപദ്വീപീയ നദികൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദമാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഉപദ്വീപീയ ഇന്ത്യയുടെ പരിച്ഛേദം. അതൊന്ന് നോക്കി വെക്കുക. പടിഞ്ഞാറൻ തീരസമതലം, അറബിക്കടൽ, പശ്ചിമഘട്ടം, ഉപദ്വീപീയ പീഠഭൂമി, പൂർവഘട്ടം, കിഴക്കൻ തീരൻ സമതലം, ബംഗാൾ ഉൾക്കടൽ, കിഴക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഉപദ്വീപീയ ഡെക്കാൻ പീഠഭൂമിയുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു പരിച്ഛേദത്തിന്റെ പിക്ചറാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതില് ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് എങ്ങോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇതിലെ ഉയർന്ന ഭാഗത്തെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന ഭാഗത്തെ പശ്ചിമഘട്ടം എന്നും താഴ്ന്ന ഭാഗത്തെ എന്തെന്നും പറയുന്നു, പൂർവഘട്ടം എന്നും അറിയപ്പെടുന്നു. അപ്പോ ഇതിലെ ഉയർന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്, പശ്ചിമഘട്ടം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. അതായത് വാട്ടർ ഡിവൈഡ് എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ പശ്ചിമഘട്ടമാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതിൽ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ. അതായത് പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ. പിന്നെന്താണ്, അങ്ങനെ ഉയർന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകത്തെ അറിയപ്പെടുന്ന പേരും എന്താണ്, പശ്ചിമഘട്ടം എന്നാണ്. അതുപോലെ പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയി തിരിക്കുന്നു. അതായത് പശ്ചിമഘട്ടം, മധ്യ ഉന്നത തടം, ഡൽഹി കുന്നുകൾ, ഇതെല്ലാം കൂടെ നീളുന്ന ആരവല്ലി നിരയും കൂടെ ചേർന്നിട്ട് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയി തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതായത് ആരവല്ലി നിരയും ചേർന്ന ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്താണെന്നാണ്. അതായത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും എവിടെ നിന്നാണ് ജന്മം എടുക്കുന്നത്, നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ജന്മം എടുക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്, നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോ അതുപോലെ വൃഷ്ടിപ്രദേശം എന്താണെന്ന് നോക്കാം. അതായത് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. എന്താണ് നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു നദിയും അതിന്റെ പോഷക നദികൾ ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേരുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിക്കാം. എന്താണ്? നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ എന്ന് ഓർക്കുക.
അടുത്തത് ജലവിഭാജകം എന്ന് പറയുന്നത് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട്